ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കം തന്നെ നിങ്ങൾ കണ്ടായിരിക്കും പാർട്ട് 1 യാത്രയപ്പെന്ന്. അപ്പോൾ ഒരു സ്റ്റോറി പറയാൻ വന്നതാണ്. വേറെ ആരുടെയല്ല, നമ്മുടെ യൂട്യൂബിലെ താരമായ, നമ്മുടെ ചാനലിലെ താരമായ കേശൂട്ടൻ്റെ സ്റ്റോറി. സ്കൂളിൽ പോകാറൊക്കെ ആയപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ യാത്രയപ്പം ആദ്യം കാണിച്ചത്. അപ്പം അവിടുന്ന് അവൻ്റെ ആദ്യത്തെ ടീച്ചറെയും കൂട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അവിടുന്ന് അവൻ യാത്ര പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സ്കൂൾ തുറക്കുന്നതിന് കുറച്ച് നാളും കൂടെ ബാക്കിയുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ അടുത്ത് ഒരു അംഗനവാടി സെറ്റാക്കി നമുക്ക് അവനെ വീട്ടിൽ നിർത്താൻ അത്ര പറ്റില്ല. കാരണം എല്ലായിടവും പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകാനൊക്കെ കുറച്ച് പാടാണ്. കാരണം നല്ല രീതിയിൽ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നല്ല കുരുത്തക്കേടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സ്റ്റോറിയിലെ ഒരു ഭാഗം എന്തായാലും കഴിഞ്ഞു. ഇനി അവനെ നമുക്ക് ഇവിടെ അടുത്ത് ഒരു അംഗനവാടി സെറ്റാക്കി അംഗനവാടിയിൽ ചേർക്കുന്നതിനോടൊപ്പം തന്നെ സ്കൂളിൽ ചേർക്കാൻ ടൈമായി. അപ്പോൾ വയസ്സിൻ്റെ ചെറിയ 1-2 മാസത്തെ വ്യത്യാസം ഉണ്ടെങ്കിലും എന്തായാലും അവനെ സ്കൂളിൽ ചേർക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവൻ്റെ അംഗൻവാടി, പുതിയ അംഗൻവാടിയും ടീച്ചറും കൂട്ടുകാരും പിന്നെ അവൻ്റെ സ്കൂളും തപ്പി ഇറങ്ങിയാലോ നമുക്കിങ്ങ്. അപ്പോൾ ആ വിശേഷങ്ങളും അവൻ്റെ അവിടം തൊട്ട് അവൻ്റെ പ്രവേശനോത്സവം വരെയുള്ള വീഡിയോ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കേശൂട്ടൻ്റെ പുതിയ അംഗൻവാടിയാണിത്. നല്ല ഭംഗിയുള്ള ചിത്രകലാ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു അംഗനവാടി. ഇവിടെ അവൻ്റെ ടീച്ചറും ആൻറ്റിയും കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള അവൻ്റെ അംഗനവാടി. ഇനി കുറച്ച് നാളത്തേക്ക് സ്കൂളിൽ പോകുന്നവരെ കേശൂട്ടിന് ഇവിടെ ആയിരിക്കും. കുറച്ച് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഒരുപാട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവൻ എന്തായാലും അവരുമായിട്ട് സെറ്റായി. എല്ലാവരുമായിട്ടും ടീച്ചർ പോകുന്ന കാര്യങ്ങളിലൊന്നും അവന് പ്രശ്നമില്ല. പോകാനൊന്നും പ്രശ്നമില്ലാത്ത ആളാണ്. ടീച്ചറിനെയൊക്കെ ഭയങ്കര കാര്യമാണ്. അതെല്ലാ ടീച്ചർമാരുമായിട്ട് നല്ല രീതിയിൽ ഇണങ്ങുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു വന്നപ്പോൾ തന്നെ കളിക്കാനായിട്ട് എല്ലാ ദിവസവും വന്നാൽ പോകാൻ നേരമൊക്കെ ഇതിൽ കളിയാണ് ആള്. പഴയ അംഗനവാടിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അംഗനവാടിയിൽ എന്തായാലും ചേർത്തു. ഇനി കുറച്ച് നാൾ അംഗനവാടിയിൽ പോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സ്കൂളിൽ നോക്കണം. അങ്ങനെ കേശൂട്ടന് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് ഞങ്ങൾ അംഗനവാടിയിലൊക്കെ ചേർത്തു. ഇനിയിപ്പോൾ സ്കൂളൊന്ന് തപ്പി ഇറങ്ങണം. 1-2 സ്കൂളൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് സ്കൂളിൽ തന്നെ എന്നെ കളിയാക്കാൻ വന്നതാണ്. TV കണ്ടുകൊണ്ടിരുന്ന് ക്യാമറ ഓണാക്കി ഞാൻ സംസാരിക്കണം അറിഞ്ഞ് ഒട്ടന്നെ പാഞ്ഞു വന്നതാണ് എൻ്റെ കൂടെ ഇരിക്കാനായിട്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, അമ്മ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് TV കാണാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്തായാലും TV കാഴ്ചകളൊക്കെ ഞാനങ്ങനെ കാർട്ടൂണും കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കാറില്ല, ഫോൺ യൂസ് ചെയ്യിപ്പിക്കാറില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ വല്ലപ്പോഴും ഒന്ന് ഫിലിമൊക്കെ വെച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവൻ്റെ അംഗനവാടി ഇനിയിപ്പം നമ്മുടെ സ്കൂളും തപ്പി ഇറങ്ങണം. അപ്പോൾ കേശൂട്ടിൻ്റെ സ്റ്റോറിയാണ് ഫുള്ളെന്ന് പറഞ്ഞല്ലോ. അതാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിങ്ങനെ അത് ക്ലാരിഫൈ ചെയ്ത് തരുവാണ്. ബോറടിക്കുന്നുണ്ടായിരിക്കും. എന്നാലും ബോറടിച്ച് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് പോകുന്നവർ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോകണം കേട്ടോ. കേശൂട്ടനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി കേശൂട്ടനെ ഞങ്ങൾ എവിടെയാണ് ചേർത്തത്, കേശൂട്ടൻ്റെ സ്കൂൾ എവിടെയാണ്, സ്കൂൾ ഏതാണ് എന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വന്നാലോ. അങ്ങനെ ഞങ്ങൾ അവൻ്റെ സ്കൂളൊക്കെ അന്വേഷിച്ച് ഇറങ്ങാൻ തീരുമാനിച്ചു. ഒരുപാട് സ്കൂളൊന്നും അവനെ അന്വേഷിക്കുന്നില്ല. ഇവിടെ അടുത്തായിട്ട് 1-2 സ്കൂളുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടുത്തെ ഡൊണേഷൻ, ഫീസ് എല്ലാം തിരക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റിനൊത്ത രീതിയിൽ എന്നാൽ നല്ല സ്കൂളുമായിട്ടുള്ള രീതിയിലുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് വേണം കുഞ്ഞിനെ അവിടെ കൊണ്ട് ചേർക്കാനായിട്ട്. അപ്പം അങ്ങനെ അന്വേഷിച്ച് പറഞ്ഞതിൽ വെച്ച് ഒരു 3 സ്കൂളാണ് ഇന്ന് പോയി കാണുന്നത്. അതിലൊന്ന് തന്നെയാണ് വീടിന് തൊട്ടടുത്തുള്ള ഈ സ്കൂള്. ഈ സ്കൂളിൻ്റെ പേര് MAM എന്ന് പറയുന്ന സ്കൂളാണ്. അപ്പോൾ ഇത് വലിയ 1 തൊട്ട് 10 വരെയുള്ള പിള്ളേർ പഠിക്കുന്നതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കുഞ്ഞു പിള്ളേർക്കുള്ള LKG UKG പിള്ളേർക്കുള്ള പഠിപ്പിക്കുന്ന സ്ഥലം. സ്കൂള് സെപ്പറേറ്റഡ് ആണ്. കിൻഡർ ഗാർഡൻ എന്ന് പറയുന്ന ഒരു പേരിലാണ് അത്. അപ്പം അവിടെ ഞങ്ങൾ ആദ്യം തിരക്കിയില്ല. അത് തൊട്ടടുത്തായതുകൊണ്ട് രണ്ടാമത് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വേറൊരു പ്ലേസിലേക്ക് വന്നു. അത് ഈ സ്കൂളാണ്. പക്ഷേ നമ്മൾ അറിയാതെ വന്നു പോയതാണ്. ഇവിടെ എന്തായാലും LKG UKG ഇല്ല, കുഞ്ഞു പിള്ളേരുടെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ അവിടെ വെറുതെ ഒരു പോക്കായി പോയി.
അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നില്ല. അവിടെ പോയി ജസ്റ്റ് ഒന്ന് തിരക്കിയപ്പോഴത്തേക്ക് അവിടെ വലിയ പിള്ളേരാണ് പഠിക്കുന്നത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്കൂളുണ്ട്. അപ്പം നമ്മളെന്തായാലും അവിടെ ചേർക്കുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. ഞങ്ങൾ 2 സ്കൂളാണ് ഇനിയിപ്പോൾ ആകെ ഉള്ളത്. ഒന്ന് വീടിൻ്റെ അടുത്തുള്ള സ്കൂളും, രണ്ടാമത് ഞങ്ങൾ വേറൊരു സ്കൂളും പോയി തിരക്കിയിട്ട് അതൊന്നും നടന്നില്ല. അത് ഭയങ്കര ഡൊണേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് എന്തായാലും തുടങ്ങിയെടുത്ത് തന്നെ നിന്നു. അടുത്തുള്ള സ്കൂളിൽ ബാക്കി വെച്ച ആ സ്കൂളിൽ ഞങ്ങൾ വന്നു. എന്തായാലും അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള ഇരിപ്പാണ്. കേശുവിട്ട് നല്ല മര്യാദരാമനായിട്ട് ഇരിപ്പുണ്ട്. അവിടെ തന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ തീരാറായിട്ടുണ്ട്. എന്നാലും നമ്മളൊന്ന് ആലോചിച്ചിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മളവിടെ ചേർക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അത് നമ്മളെന്തായാലും 2 സ്കൂളിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് നമുക്ക് എന്തായാലും ചേർക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നൊരു ദിവസം എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് വേണം, ഫീസും കൊടുത്ത് വേണം കുഞ്ഞിനെ നമുക്ക് ചേർക്കാനായിട്ട്. അപ്പം നമുക്കിപ്പോൾ പോയിട്ട് പിന്നെ വരാം. ആ സ്കൂളിൽ ചേർത്ത ഇതാണ്, ഈ കാണുന്ന സ്ഥലത്താണ് അവൻ പഠിക്കേണ്ടത്. അവിടെയാണ് കുഞ്ഞു പിള്ളേർ പഠിക്കുന്ന സ്ഥലം. നമ്മൾ എന്തായാലും ആലോചിച്ച് തീരുമാനിച്ച ഒരു പ്ലേസ് അവന് വേണ്ടി കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യമായിട്ട് അവന് ചേർക്കുമ്പോഴത്തേക്കും അവനെന്നല്ല, എല്ലാ പേരൻസിനും കുഞ്ഞുങ്ങളെ ബെസ്റ്റ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ബെസ്റ്റ് കൊടുക്കണമെന്നാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നികത്തി. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് കിട്ടാത്ത കാര്യങ്ങളും കൂടെ മക്കൾക്ക് കൊടുക്കണമെന്നുള്ള രീതിയാണ്. അതുപോലെ തന്നെയാണല്ലോ എല്ലാ രക്ഷകർത്താക്കളും. അതുകൊണ്ട് തന്നെ അവന് നമ്മളാൽ പറ്റുന്ന രീതിയിലുള്ള ബെസ്റ്റ്, ഏറ്റവും വലിയ ബെസ്റ്റൊന്നും കൊടുക്കാനായിട്ട് നമ്മൾ അത്ര വലിയ സെറ്റപ്പിലുള്ള ആൾക്കാരൊന്നുമല്ല, സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിന്നുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ബെസ്റ്റ് നമ്മുടെ മക്കൾക്ക് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ആലോചിച്ച് നമ്മൾ ആ സ്കൂൾ തന്നെ എന്തായാലും സെലക്ട് ചെയ്ത് ഇനിയിപ്പോൾ റെസ്റ്റ് ഇല്ലല്ലോ. ഇനിയിപ്പോൾ ചേർക്കുക, ഫീസ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാണ്. അപ്പോൾ ഇനി റെസ്റ്റ് ഉണ്ടോ? സ്കൂള് തുറക്കുന്നതിന് 1 മാസം ആകുമ്പോഴേ ഓട്ടപ്പാച്ചിലല്ലേ. അപ്പോൾ ഇനി റെസ്റ്റ് ഇല്ല. അവന് നമുക്ക് സ്കൂളിൽ ചേർക്കാൻ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ഫാമിലി എല്ലാവരുമായിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ സ്കൂളിൽ ചേർത്താൽ. അപ്പോൾ ഇനി ഫീസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ സ്കൂളിൽ ചേർക്കാൻ പോയിട്ട് വരാം. സ്കൂളിൽ ചേർക്കാനും അന്വേഷിക്കാനും തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും അച്ഛനും അമ്മയും ഒപ്പമാണ് കേശൂട്ടൻ പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഫീസെല്ലാം കൊടുത്തു കഴിഞ്ഞ് യൂണിഫോമിൻ്റെ കാര്യങ്ങളൊക്കെ ആയി അച്ഛൻ നാട്ടിൽ പോയതുകൊണ്ട് അതിനു വേണ്ടി മാത്രം ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അപ്പോൾ എല്ലാ കുഞ്ഞു പിള്ളേരും വന്നിട്ടുണ്ട്. അവർ യൂണിഫോമൊക്കെ അളവെല്ലാം കൊടുത്തിട്ട് നമ്മൾ വന്നതാണ് അതിനു വേണ്ടി. അപ്പോൾ കേശൂട്ടൻ്റെ സ്കൂള് അല്ല ഇത്. കേശൂട്ടനെ പോലെ തന്നെയുള്ള പിള്ളേർ പഠിക്കുന്ന വലിയ ചേച്ചിയും ചേട്ടന്മാരൊക്കെ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ ഇവിടെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് പൂ പറിക്കാനൊക്കെ കേശൂട്ടൻ പോയി. അപ്പം നമ്മൾ ആ പരിപാടി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഹലോ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി വന്നിരിക്കുകയാണല്ലേ. സത്യം പറഞ്ഞാൽ ഈ കേശൂട്ടൻ്റെ ജേണി ചെയ്യാം, കേശൂട്ടൻ്റെ സ്കൂൾ ജേണി ചെയ്യാം. അവൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു ജേണി യൂട്യൂബിൽ ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ 2-3 മാസമായി ഇതിൻ്റെ ഓട്ടങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്നാൽ കഴിയും വിധം എടുത്ത കുറച്ച് കുഞ്ഞു വീഡിയോസ് എല്ലാം കൂടെ ഒത്ത് ഇണക്കി എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുള്ള ഒറ്റ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ കാണും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പോരായ്മകൾ കാണും, കാരണം കുറച്ചായിട്ട് ഒരു ഐഡിയ ഇല്ലാതെ മൊത്തത്തിൽ എടുത്ത് വെച്ചിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. അവൻ്റെ ഒരു ചെറിയ ജേണി, ഇങ്ങനത്തെ കുറച്ച് കിറുക്കുകളൊക്കെ എനിക്കുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അത് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും അംഗൻവാടിയിൽ നിന്ന് എല്ലാം കഴിഞ്ഞു. അവനെ സ്കൂളിൽ ചേർത്തു, ഫീസ് കൊടുത്തു, യൂണിഫോം കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ കേശുവേട്ടനും വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ വരും, ഞാൻ വീഡിയോ ഓഫാക്കുമ്പോൾ പോകും, അങ്ങനെയാണ്. അപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. എന്നാലും നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? ഇനിയാണ് ഭയങ്കര ബഹളം പിടിച്ച ബാക്ക് ടു സ്കൂൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പർച്ചേസിങ് ആണ് നടക്കാൻ പോണത്. എന്നെ
പോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുമക്കളുടെ വലിയ മക്കളുടെ എല്ലാ അച്ഛനമ്മമാരും ഓട്ടത്തിലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പർച്ചേസിങ് ആണല്ലോ ഉള്ളത്. ഇവന് പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വേണം. പർച്ചേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവന് സ്പോൺസേഴ്സ് ഉണ്ട്. ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് കൊണ്ട് എൻ്റെ അമ്മ, ഇവൻ എപ്പോഴും വീഡിയോസിൽ കാണുന്ന ഇവൻ്റെ അമ്മൂന, അവൻ അമ്മൂമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ വക അവന് ഗിഫ്റ്റ് ഉണ്ട് സ്കൂളിൽ പോകാനായിട്ട്. പോരാതെ എൻ്റെ അമ്മുമ്മ ഇവൻ്റെ മുത്തശ്ശിയുടെ വകയും ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് എന്ന് വെച്ചാൽ സ്കൂളിൽ പോകേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഒരു സ്നേഹ സമ്മാനം പോലെ. പിന്നെ എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കും കേശൂട്ടന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കി ഫീസും കാര്യങ്ങളും എല്ലാം, ബാക്കി എല്ലാ വലിയ വലിയ ഐറ്റംസും അവൻ്റെ അച്ഛൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് കേശൂട്ടന് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയത്. അപ്പം ഒരുപാട് പർച്ചേസ് വീഡിയോ, സ്കൂളിൽ ചേർക്കാൻ പോയ വീഡിയോ ഒക്കെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് എടുത്ത് കുറേ പാർട്ടായിട്ട് ഇടുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ എല്ലാം കൂടെ കോർത്തിണക്കി ഒറ്റ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഞാൻ വീഡിയോ ഇട്ടുപോയേനെ. അപ്പോൾ എന്തായാലും അങ്ങനെ വേണ്ട, എല്ലാം കൂടെ ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പർച്ചേസ് വീഡിയോ കണ്ടിട്ട് വന്നാലോ. പർച്ചേസിനായിട്ട് ഞങ്ങൾ ആദ്യം വന്ന് ബാക്ക് ടു സ്കൂൾ എന്നൊരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ലുലുവിൽ. അതിനായിട്ട് വന്നതല്ല, നമ്മൾ സാധാരണ ലുലുവിൽ പോയ സമയത്ത് അവിടെ കൂടെ ഒന്ന് നോക്കി, എല്ലാം ഒന്നും വാങ്ങിയില്ല. അവിടെ നമുക്ക് ബഡ്ജറ്റിന് ഓഫറൊക്കെ ഉണ്ടെന്ന് തോന്നിയ 1-2 ഐറ്റംസ് മാത്രം വാങ്ങിയിട്ടുണ്ട്. അതിൽ കൊട, ടിഫിൻ ബോക്സ് ഓൾറെഡി അവനുള്ളത് കൊണ്ട് തന്നെ ലഞ്ച് ബോക്സ് ഒക്കെ വേണമായിരുന്നു. അങ്ങനെ കുറച്ച് ഓഫറുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത്. പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്തത് തൃപ്പൂണിത്തുറയിൽ ഒരു ബസാർ പോലത്തെ ഒരു കടയിൽ നിന്നായിരുന്നു. ബാക്ക് ടു സ്കൂളെന്ന് ഓഫറെന്ന് കേട്ടപ്പോഴേ ഭയങ്കര തിരക്കായിരുന്നു ലുലുവിൽ. ഈ ഷോപ്പ് അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഷോപ്പാണ്. തൃപ്പൂണിത്തുറയിലാണിത്. അപ്പോൾ 2 ഇടത്തായിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും വാങ്ങിച്ചു. ഇനിയും 1-2 കാര്യങ്ങൾ ലാസ്റ്റ് സ്കൂൾ തുറന്നതിന് ശേഷം മാറ്റി വെച്ചേക്കുവാണ്. അത് വേറൊന്നുമല്ല, ബാഗൊന്നും ഇപ്പോഴേ വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ 1-2 ഐറ്റംസും കൂടെ നമുക്ക് വേണം. അതിനും കൂടെ ആയിട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം വന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഫിൻ ബോക്സ്, കൊട, റെയിൻകോട്ട് ഓൾറെഡി അവന് ഉള്ളതുകൊണ്ട് വണ്ടിയിലാണ് എന്തായാലും പോകുന്നത്. പിന്നെ എന്നാലും അവന് കുട വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതും വാങ്ങി. അപ്പം ഇന്ന കാര്യങ്ങൾ ഇന്ന ആളാണ് വാങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മയും അമ്മൂമ്മയൊക്കെ കാര്യങ്ങളൊക്കെ തന്നതും കാര്യങ്ങൾ ഷോപ്പ് ചെയ്തതും. അപ്പം നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് ഒരുവിധം 3/4 ഭാഗവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1-2 ഐറ്റംസ് മാത്രം മേടിച്ചാൽ മതി. അപ്പം ഇനി സ്കൂൾ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒരു യാത്രയപ്പ് കൂടെ ഉണ്ട്. വേറെ എവിടെയല്ല, അവനൊരു സെൻഡ് ഓഫ് ഉണ്ട്. അവൻ്റെ ഇപ്പോഴത്തെ അംഗനവാടി ടീച്ചറും കുട്ടികൾക്ക് ആയിട്ട് എല്ലാവർക്കും കൂടെ കുറച്ച് പേര് അവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്, വേറെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. അപ്പം അത് യാത്രയപ്പാണ്. അപ്പോൾ ചെറിയൊരു സെൻഡ് ഓഫ് കാര്യങ്ങളൊക്കെയാണ്. അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ നമുക്ക് ആ വീഡിയോയും കൂടെ കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ സെൻഡ് ഓഫ് ദിവസം രാവിലെ കുഞ്ഞുങ്ങൾക്ക് സാധാരണ പോലെ ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ചേട്ടനാണ് രാവിലെ കൊണ്ടാക്കിയത്. അപ്പോൾ വൈകിട്ട് 2 മണിക്ക് മീറ്റിംഗ് പോലെ എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞു രക്ഷകർത്താക്കളെല്ലാവരും ഒത്തുകൂടിയിട്ടാണ്. ഇതിലും വലിയ ഗ്രാൻഡായിട്ട് നടത്താനിരുന്നതാണ്. പക്ഷേ നമ്മുടെ മഴയെല്ലാം ചതിച്ചു. സത്യം പറഞ്ഞാൽ വെയിൽ കൊണ്ട് മഴ പെയ്യണേന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒരു മഴ വന്നപ്പോഴത്തേക്കും പെട്ട അവസ്ഥയാണല്ലേ. ഭയങ്കര മഴയായിരുന്നു 1-2 ആഴ്ചയായിട്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കളുടെ പ്രോഗ്രാമൊക്കെ എല്ലാം മാറ്റി വെക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ വലിയ ഗ്രാൻഡായിട്ട് നടത്താനിരുന്ന സെലിബ്രേഷൻ ചെറിയ രീതിയിൽ നടത്താമെന്ന് വിചാരിച്ച്. അവരെന്തായാലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ടീച്ചർ ചെറിയ രീതിയിൽ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ടീച്ചർ ചെറിയൊരു സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. സർട്ടിഫിക്കറ്റും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ടിഫിൻ ബോക്സ് ആയിരുന്നു പിള്ളേർക്ക്. പിന്നെ വന്ന് ചേർന്ന പിള്ളേർക്കും പോകുന്നവർക്കുമായിട്ട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് അവൻ്റെ ടീച്ചർ, ഇപ്പോഴത്തെ ടീച്ചർ. അപ്പോൾ ഞങ്ങൾ സെൻഡ് ഓഫ് പരിപാടിയിൽ വന്നു. നല്ല രസമായിട്ട് തന്നെ രക്ഷകർത്താക്കളൊക്കെ ഉണ്ടായിരുന്നു. ഈ അംഗനവാടിയിൽ നിന്ന് തന്നെ അവൻ്റെ സ്കൂളിലേക്ക് പിള്ളേരുണ്ടായിരുന്നു.
കേശോട്ടിന് എന്തായാലും തനിച്ചൊക്കെയാണ് പോയി വാങ്ങിയത്. സർട്ടിഫിക്കറ്റും ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ നല്ല കളർഫുൾ ആണ്. പിള്ളേർ അത് കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഉറുമ്പും കുട്ടി കല്ലെറിയുന്ന പോലെ. അതിനു മുമ്പ് എൻ്റെ കേക്ക് കട്ടിങ് കാര്യങ്ങൾ, ഫോട്ടോ എടുപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ടീച്ചറും അവരെ പിള്ളേരെ നോക്കുന്ന ആൻറ്റിയും ഒക്കെയാണ് മാനേജ് ചെയ്തത്. പിന്നെ നമ്മൾ മെമ്പർ എങ്ങാണ്ടൊക്കെ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വന്നില്ല. ഒരുപാട് നേരം ഞങ്ങൾ നിന്നില്ല. എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നേരം നിന്നില്ല. ഞങ്ങൾ തീരുന്നവരെ നിന്നില്ല. കുറച്ചു നേരം എന്തായാലും ഇരുന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി ടീച്ചറോടും കൂട്ടുകാരോടും ഒക്കെ ആയിട്ട് യാത്ര പറഞ്ഞ് ഞങ്ങൾ എന്തായാലും അവിടുന്ന്, ഇതായിരുന്നു അവൻ്റെ അംഗൻവാടി. അങ്ങനെ 2 അംഗൻവാടികളിലായി 2 ടീച്ചർമാരുടെ ഒരുപാട് കൂട്ടുകാരുടെ ഇടയ്ക്ക് എന്തായാലും കേശൂട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു. എന്തായാലും അംഗൻവാടിയിലെ ജീവിതം എന്തായാലും കഴിഞ്ഞിരിക്കുകയാണ് കേശൂട്ടൻ്റെ. ഇനി നാളെ അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. ഒരുപാട് സന്തോഷമായി അവൻ ഹാപ്പിയാണെന്ന് കണ്ടപ്പോൾ. പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയ പിന്നെ പിള്ളേർ വെറുതെ ഇരിക്കത്തില്ലല്ലോ. അതിന് പിന്നെ എന്തായാലും നല്ല സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് കുറച്ച് നാളായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സ്കൂളിലേക്ക് പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു നമ്മളും പഠിച്ച ആ ഒരു ടൈം. പിന്നെ ടിഫിൻ ബോക്സ് അവിടെ നിന്നും കിട്ടി നമുക്ക്. എന്തായാലും കേശൂട്ടന് ഒരുപാട് ബെസ്റ്റ് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചു നോക്കിയൊക്കെയാണ് സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. ലഞ്ച് ബോക്സ് ആണെങ്കിലും അവൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതായിരുന്നു അവന് കിട്ടിയ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ ടിഫിൻ ബോക്സ്. അതിൻ്റെ അകത്തൊരു കുഞ്ഞി ഡപ്പയും അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് അവന് അവിടെ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റും പിന്നെ അവൻ്റെ ടീച്ചറും കൂട്ടുകാരും ചേർന്നിട്ടുള്ള ഫോട്ടോയാണ് ഇത്. അങ്ങനെ അവൻ്റെ അംഗൻവാടിയിലെ ലാസ്റ്റ് ദിവസവും സെൻഡ് ഓഫും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജൂൺ 5 അവൻ്റെ LKGയിലേക്കുള്ള സ്കൂള് തുറപ്പാണ്, പ്രവേശനോത്സവം. അതുപോലെ തന്നെ ലോക പരിസ്ഥിതി ദിനം കൂടിയാണ്. നല്ലൊരു ദിവസം തന്നെയാണ് പ്രവേശനോത്സവം. സാധാരണ ബാക്കി പിള്ളേർക്കൊക്കെ 3-ാം തീയതിയാണ് തുറന്നത്. LKG UKG പിള്ളേർക്ക് മാത്രം ആണ് ജൂൺ 5 അപ്പോൾ ഇനിയിപ്പോൾ ആ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിലാണ് വരാൻ പോകുന്നത്. അത് ഒരുപാട് ലെങ്തി ആയി. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവേശനോത്സവ വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ കേശൂട്ടൻ്റെ കാര്യങ്ങൾ, ഈ അവൻ്റെ ജേണി, അവൻ്റെ കുഞ്ഞ് ജേണിയും കുഞ്ഞ് സ്റ്റോറി ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവൻ്റെ പർച്ചേസിങ് വീഡിയോ ഒക്കെ ഒരുപാട് വലുതായിട്ട് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഒരുപാട് വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ്റെ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ എന്തായാലും പ്രവേശനോത്സവ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. എല്ലാം വാങ്ങിയത് ഇപ്പം നോക്കിയാണ് എല്ലാം വാങ്ങിയത്. കാരണം അവന് തനിയെ തുറക്കാൻ പറ്റുന്ന ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ എല്ലാം അതിൻ്റെയുള്ള രീതിയാണ്. സ്റ്റീലിൻ്റെ ഉപയോഗിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ വാങ്ങിയില്ല ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സാണ് അവന് വേണ്ടി വാങ്ങിയത്. അതിൻ്റെ ഉള്ളിലൊരു സംഭവമൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരുന്നതാണ്. ലഞ്ച് ബോക്സ് തന്നെ നമ്മൾ അങ്ങനത്തെ ടൈപ്പ് കുറച്ച് വലിയ ടൈപ്പാണ് വാങ്ങിച്ചത്. സ്റ്റീലിൻ്റെ ആകുമ്പോഴത്തേക്കും ഒരുപാട് വലിയ ടൈപ്പ് വാങ്ങിക്കാനും പിന്നെ അത് ഓവർ വെയിറ്റ് ആയിപ്പോവും. ഒരുപാട് വെയിറ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാതിരിക്കുന്നതായിരിക്കുമല്ലോ ബെറ്റർ. അതുകൊണ്ട് തന്നെ എല്ലാം വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അകത്തൊരു സ്റ്റീൽ പോലത്തെ കോട്ടിംഗ് ഒക്കെ ഉള്ള രീതിയിലുള്ള ലഞ്ച് ബോക്സുമാണ് അവന് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റീലിൻ്റെ ഓർക്കുമ്പോഴത്തേക്കും തന്നെ പണ്ട് കുറച്ചും കൂടെ വലുതായിട്ട് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കുഞ്ഞുങ്ങൾക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിലും +2-നും ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ ലഞ്ച് ബോക്സ് തുറക്കാനായിട്ട് ഒരു മൽപ്പിടുത്തമാണ്. ഡെസ്കിലിട്ട് തട്ടുക, ബെഞ്ചിലിട്ട് തട്ടുക, അങ്ങനെ ഭയങ്കരമായിട്ട് ചില സമയത്ത് മുറുകിപ്പോവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് പാടാണ്. ഇന്ന് നമ്മുടെ സ്കൂളിലും പറഞ്ഞത് കുഞ്ഞുങ്ങളെ തനിയെ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ച് തുടങ്ങണമെന്നാണ്. അപ്പം അവന് തന്നെ ടിഫിൻ ബോക്സ് ആണെങ്കിലും ലഞ്ച് ബോക്സ് ആണെങ്കിലും തുറക്കാനും എല്ലാം ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് അവന് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഒരുപാട് ഹെവി വർക്ക് കൊടുക്കരുതല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാം. കുടയാണെങ്കിലും ബാഗാണെങ്കിലും അതെടുത്ത് വെക്കാനും എല്ലാം വെയിറ്റ് കുറഞ്ഞ രീതിയിലും എന്നാൽ ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത്.
അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ ആയിട്ട് ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളും എല്ലാ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും മറക്കാതെ കാണണേ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാരും ഇഷ്ടമാന്ന് പറ. ഞാൻ വീഡിയോ കാണുമെന്ന് പറ. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് കാണുന്നത്, അവന്റെ പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെയാണ് എന്റെ കൂടെ വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാരും എന്നെയും എന്റെ കേശൂട്ടനെ ഞങ്ങളുടെ ഫാമിലിയിൽ വീഡിയോസും എല്ലാം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒച്ചത്തി പറ. വീണ്ടും കാണാം. ഓക്കേ ടാറ്റ പറ.